കുപ്പി പോവണ്ട വെള്ളത്തില് നോക്കിയുള്ളൂ ആളുടെ ഫോൺ പോവുന്ന വെള്ളത്തില്. ചെറ ഇവിടെ കാണാനില്ലല്ലോ, ഇത് കാണിച്ചു കൊടുക്ക്. ഇഷ്ടായ അവിടെ? ഇച്ചുമോളെ എവിടെയപ്പോ? തൊപ്പി പോയോ കുട്ടിയുടെ? തൊപ്പി പോയോ ചോ? അവിടെ ഉണ്ടോ? എവിടെ കാണാനില്ലല്ലോ. നല്ല സൂപ്പർ സ്ഥലമുണ്ട് ഇവിടെ. തോണ ഞങ്ങൾ ചില കാണാനുണ്ട്. തോണ വെള്ളം ഉണ്ട്. ഞങ്ങളിതാ ഇവിടെ ചിറ കാണാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കുകയാണ്. നേരത്തെ പറഞ്ഞത് റിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നെ. അവിടെ വെള്ളമുണ്ട് അല്ലേ. അപ്പോൾ അത് ഞാനും ഇച്ചുമോളും കൂടെ അവിടെ നമ്മൾ കറക്റ്റ് സ്പോട്ടിലേക്ക് എത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ അത് കാരണം ഇവിടെ കുറച്ച് മുന്നേ ഇറങ്ങിയിട്ട് വീഡിയോ എടുത്തിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അതാണ് ഹെൽമെറ്റ് ഒന്നും ഊരാണ്ടിരിക്കണേ. ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. കേച്ചേരി പാറന്നൂർ ഭാഗത്താണ് അത് വരണത്. ഒരു 10 മിനിറ്റ് ദൂരം എൻ്റെ വീട്ടിൽ നിന്ന്, അതായത് കണ്ടാണശ്ശേരിയിൽ നിന്ന് ഒരു 10 മിനിറ്റ് ദൂരമേ ഉള്ളൂ ഇവിടേക്ക്. ഇപ്പോൾ മഴയൊക്കെ പെയ്ത കാരണമാണ് കുറേ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇതാ ഇച്ചു ഒന്ന് ഫസ്റ്റ് ടൈമാണെന്ന് തോന്നുന്നു ഇച്ചു ഇങ്ങോട്ട് വരണേ. ഇഷ്ടമായ അച്ചുവിനെ? സ്മൈൽ ചെയ്തിട്ട് നോക്കി ടാറ്റ പറഞ്ഞ എല്ലാവർക്കും ഒരു ഉമ്മ കൊടുത്തേ. ഇവിടെ സ്കൂട്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഇതിൻ്റെ അപ്പുറത്ത് ശരിക്കും കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. ഇവിടെ ഇങ്ങനെ പടവ് പോലെ ആയിട്ട് ഇറങ്ങാനൊക്കെ ഉള്ള ഒരു കുഞ്ഞ് സെറ്റപ്പ് ഉണ്ട്. പക്ഷേ എല്ലായിടത്തും ഇപ്പം നല്ലോണം വെള്ളം കയറി നിൽക്കുന്ന കാരണം നമുക്കൊന്നും ഇറങ്ങാൻ പോയിട്ട് കാണുമ്പോൾ തന്നെ പേടിയാവുന്നുണ്ട്. ഇതിൻ്റെ ഒരു സൈഡിൽ ഫുള്ള് പാടം ഇതൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ്. പണ്ടിപ്പോൾ ഈ ഭാഗത്തൊന്നും ഇങ്ങനെ പാർക്കാന്നാണ് നമ്മൾ ആക്ച്വലി വിചാരിച്ചത്. പക്ഷെ അത് പാർക്കൊന്നുമല്ല, ചെറുതായിട്ട് ഇങ്ങനെ എക്സസൈസ് ചെയ്യാനുള്ളൊരു എക്യുപ്മെൻറ്റ്സ് ആയിരുന്നു. അപ്പോൾ അവിടെ എത്തുമ്പോഴേക്കും ഇച്ചുമോൾക്ക് പാലൊക്കെ വേണം എന്ന് പറഞ്ഞിട്ട് പാലൊക്കെ കൊടുത്തു. അപ്പോഴേക്കും അവിടെ മഴയൊക്കെ പെയ്തിട്ട് വെള്ളമൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയണ ആൾക്ക് വെള്ളം കണ്ട അങ്ങോട്ടേക്ക് ഓടേണ്ട അവസ്ഥയാണ്. അപ്പോൾ അവിടെ നിന്ന് ആളെ തൂക്കി പിടിച്ചിട്ട് നമ്മൾ ഒരു സൈഡിൽ തൊട്ടിട്ട് കണ്ട് നടന്ന് വരാമെന്ന് വിചാരിച്ച് നടക്കുകയാണ്. ഇവിടെ ചില ഭാഗത്തൊക്കെ നമുക്ക് ഈ കുളത്തിലൊക്കെ കടവുള്ള പോലെയൊക്കെ സ്റ്റെപ്പൊക്കെ കിട്ടിയിട്ട് ഇങ്ങനെ ഇരിക്കാനൊക്കെ ഭാഗം ഉണ്ട് കേട്ടോ. അത് ഈ ഭാഗത്ത് അത്ര ഫോഴ്സിലൊന്നും നല്ല വെള്ളം ഭയങ്കര കാമായിട്ടിരിക്കുന്ന ഒരു ഇതാണ്. ഇപ്പുറത്തെ സൈഡിൽ നല്ല ഫോഴ്സിൽ പോകുന്ന കാരണം അവിടെ അങ്ങനത്തെ ഇതൊന്നും ഇല്ല. നമുക്ക് മേലെ നിന്ന് നോക്കി കാണാൻ പറ്റുന്ന ഒരു ഇതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ വുഡൊക്കെ വെച്ച് കെട്ടിയിട്ട് നമുക്ക് നല്ല രീതിയിൽ അവിടെ പാർക്കിലൊക്കെ ഉള്ള പോലെ തന്നെ നടക്കാനായിട്ടും നമുക്ക് നല്ല ഭംഗിയിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് മെയിനായിട്ട് 2 എൻട്രൻസ് പോലെയാണ്. ഒന്നിപ്പോൾ നമ്മൾ വന്ന വഴി, പിന്നെ കുറച്ച് നേരത്തെ കാണിച്ചത് ആ ഒരു വഴി കൂടെ. അപ്പോൾ 2 സൈഡിൽ കൂടെയാണ് എൻട്രൻസ് പറയണത്. പാർക്ക് എന്ന് പറയാൻ പറ്റില്ല. പണ്ട് വരുന്ന സമയത്തൊന്നും ഇവിടെ ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. പിന്നെ കുട്ടികൾക്ക് കുറച്ചും കൂടെ ഒരു എൻ്റർടൈൻമെൻറ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വരുന്ന സമയത്ത് ഞാൻ കാണിച്ചില്ലേ, ബാക്കിലായിട്ട് കുറച്ചൊക്കെ അവരതിനുള്ള എക്യുപ്മെൻറ്റ്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരങ്ങോട്ട് പോകണം എന്നിട്ട് ഇരിക്കുക. പക്ഷെ മഴ ചെറുതായിട്ട് പിന്നെയും ചാറിൽ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ക്യാപ്പൊക്കെ സ്കൂട്ടിയിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് പോയിരിക്കുക. അപ്പോൾ ആ ക്യാപ്പിൽ ഞാനിവിടെ പിള്ളേരെ എടുത്തിട്ട് ഇരിക്കുകയാണ്. ഇതൊന്നും ഇച്ചുമോളായിട്ട് വീഡിയോയിൽ മുന്നേ വന്നിട്ടില്ല. ആദ്യമായിട്ടാണ് തോന്നുന്നു ഇച്ചുമോളായിട്ട് വീഡിയോയിൽ തന്നെ. അപ്പോൾ ഇനി കുറച്ച് നേരം ഇവരായിട്ട് ഒന്ന് അവിടെ പാർക്കിൽ കുറച്ച് നേരം ഒന്ന് കളിക്കണം. അത് കഴിഞ്ഞിട്ട് ഇവിടെ കുറച്ച് നടക്കാനായിട്ടുള്ള സ്പേസ് ഉണ്ട്. കുറേ അങ്ങനെ ഒരു ഇതില്ല. നമ്മൾ ജസ്റ്റ് ബീച്ചിലൊക്കെ പോവില്ലേ, അതുപോലെ തന്നെ. അല്ലാതെ കൂടുതലായിട്ട് നമുക്കങ്ങനെ എൻ്റർടൈൻ ചെയ്യാനായിട്ടുള്ള ഒരു ഫെസിലിറ്റീസ് ഒന്നും ഇവിടെ ഇല്ല. രസമാണ് കാണാനായിട്ട്, നല്ല ഭയങ്കര ചിൽഡാണ്. അതുപോലെ തന്നെ ഫുള്ള് നമ്മൾ പറയില്ലേ പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലം എന്ന് പറയില്ലേ, അതേപോലത്തെ ഒരു സ്ഥലമാണ്.
കളിക്കാം. നമുക്ക് അവിടെ വരെ നടന്നിട്ടേ മഴ പെയ്യുമ്പോൾ അവിടെ നിന്ന് എടുത്തിട്ട് ഇങ്ങോട്ട് വരാം കേട്ടോ. ഇപ്പം അത്രയ്ക്കൊന്നും വെള്ളം ശരിക്കും കയറിയിട്ടില്ല. മഴ പെയ്ത കാരണം കുറച്ച് വെള്ളം ആയിട്ടുണ്ടെന്നുള്ളൂ. ശരിക്കും നല്ല മഴയൊക്കെ പെയ്ത സമയത്ത് ഒരു തവണ നമ്മൾ പോയപ്പോൾ കുറേ വെള്ളം നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുമായിരുന്നു. പിന്നെ ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന ഭാഗം എന്ന് പറയുമ്പോൾ അതിന് മാത്രം ഹൈറ്റുള്ള ഒരു പ്ലേസ് ഒന്നുമല്ല. അപ്പോൾ കുട്ടികളോ അല്ലെങ്കിൽ വലിയവർ തന്നെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തെന്നി വീഴാനൊക്കെ ഉള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇതിൻ്റെ നമ്മുടെ ബാക്കിൽ കാണുന്നത് ഭയങ്കര അത്ര വലിയ ഫോഴ്സിലൊന്നല്ല, നോർമൽ ഇതിലാണ് വെള്ളം പോകുന്നത്. അത് കഴിഞ്ഞ് ഇത് അവിടെ നിന്ന് റൊട്ടേറ്റ് ചെയ്ത് ഇത് ഇവിടേക്ക് എത്തുമ്പോഴേക്കും ഈ ഒരു ഭാഗത്തേക്ക് എത്തുമ്പോഴേക്കും കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഇവിടെ എത്തുമ്പോഴേക്കും നല്ല എന്താ പറയുക, കണ്ടോ ബാക്കിൽ അത്യാവശ്യം നല്ല ഫോഴ്സിലാണ് പിന്നെ ഇവിടെ നിന്ന് വെള്ളം പോകുന്നത്. ആരെങ്കിലൊക്കെ വീണ് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് എന്തായാലും രക്ഷപ്പെടും തോന്നുന്നില്ല. കാരണം അത്യാവശ്യം നീന്തൽ അറിയുന്ന ആൾക്കാരാണെങ്കിലും അത്രയധികം അടിയൊഴുക്കുണ്ട്, നല്ല ഒഴുക്കിലാണ് പോകുന്നത്. ഇപ്പുറത്തെ സൈഡിൽ ഭയങ്കര കൂളായിട്ടാണ് വെള്ളം പോകുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. അപ്പോൾ പിന്നെ അടിയിലൊക്കെ നമ്മൾ മുന്നേ വന്ന സമയത്ത് ഫുള്ള് പാറയാണ്. പിന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് നീന്തൽ അറിയണ ആൾക്കാരാണെങ്കിലും അടിയിൽ വല്ല വീണ് കഴിഞ്ഞാലും ഈ ചുഴി പോലത്തെ സംഭവം ഉണ്ടെങ്കിൽ ഇവിടെ നോക്കിയേ, ഒരു മിനിറ്റ് ഫോട്ടോ നോക്കിയൊക്കെ ഇവിടെ കണ്ടോ ചുഴി പോലെ അവിടെ ആ പാറയിൽ നിന്നുള്ളതാന്ന് തോന്നുന്നു. കുറേ നേരമായി അവിടെ എന്തോ ഓൾറെഡി ചുറ്റിയിട്ട് നിൽക്കുന്നുണ്ട് ഓൾറെഡി. അതന്നെ പോകുന്നില്ല, ഭയങ്കര ഒരു ഇതായിട്ടാണ് നിൽക്കണേ. അങ്ങനെ കുറേ ഇതേപോലത്തെ കുറേ സ്ഥലങ്ങൾ സ്പോട്ടുകൾ ഇപ്പോൾ നമ്മൾ അവിടുന്ന് വരുമ്പോൾ തന്നെ കണ്ടുട്ടോ. അതിൻ്റെ ഉള്ളിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ തീർന്നു. പിന്നെ മൊത്തത്തിൽ ഇങ്ങനെ നടന്ന് കാണാമെന്ന് മാത്രം. പിള്ളേർക്ക് റിച്ചുവിന് അവിടെ പോയി കളിക്കണം, ഞങ്ങളവിടെ കൊണ്ടുപോയിട്ട് കളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും പിന്നെ മഴ വരണ കാരണം ഇവിടത്തെയും കൂടെ കവർ ചെയ്തിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുകയായിരുന്നു. ഇത്രയേ ഉള്ളൂ കേട്ടോ, വേറെ പ്രത്യേകിച്ചൊന്നും ഇവിടെ കാണാനായിട്ടില്ല. അപ്പോൾ അവൻ വയലൻ്റായിട്ടിരിക്കുകയാണ്. അവിടെ കൊണ്ടുപോകാത്തതിൻ്റെ വിഷമാണ്. തൊപ്പിയൊക്കെ ഇട്ട് കൊടുത്തു, പക്ഷെ എന്നാലും അവിടെ കൊണ്ടുപോയിട്ട് കളിക്കാൻ സമ്മതിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അതാണ്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ വേറെ ഇപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞാൽ ചിലപ്പോൾ തുറക്കുമായിരിക്കും. നമുക്ക് വന്നത് ഓൾമോസ്റ്റ് ഒരു 3:30-4 മണി സമയം ആവണേ. ആ കോർണർ ഭാഗത്തൊരു ചെറിയ സ്നാക്സിൻ്റെ ഒക്കെ ഒരു കുഞ്ഞൊരു തട്ടുകട പോലത്തെ സെറ്റപ്പ് ഉണ്ട്. പിന്നെ ഒരു ഐസ്ക്രീം ഷോപ്പ് ഇവിടെ വന്നിട്ടുണ്ട്. അതല്ലാതെ വേറെ നമുക്ക് എന്തെങ്കിലും കഴിക്കണമെന്നോ അങ്ങനെയൊന്നും ഉള്ള സംഭവങ്ങളൊന്നും ഇല്ല. ബീച്ചിലൊക്കെ പോകുമ്പോൾ പോലെയുള്ള അത്രയ്ക്കൊരു സെറ്റപ്പ് ഇല്ല. മേ ബി ഫ്യൂച്ചറിൽ വരുന്നുണ്ടാവും. അങ്ങനെ എന്താ വേണ്ട ഇച്ചുമോൾക്ക്? ഇച്ചുമോൾക്ക് അറിയണത് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ ആൾക്ക് പനി പിടിച്ചിട്ട് ഇപ്പോൾ 2-4 ദിവസം ആയിട്ടുള്ളൂ. അപ്പോൾ അത് കാരണം അതൊക്കെ മാറി വരുന്നേ ഉള്ളൂ. അപ്പോഴാണ് നമ്മൾ ഐസ്ക്രീം ഷോപ്പിൻ്റെ അടുത്തേക്കൊന്നും വലിയ ഇതില്ലാതെ അങ്ങ് മാറ്റി കൊണ്ടുപോവാണ്. അപ്പോൾ ആൾ എന്ന് പറഞ്ഞിട്ട് ഐസ്ക്രീം ഷോപ്പ് കാണിച്ചു തരികയാണ്. നമ്മളിത് ഇവിടെ നിന്ന് കളിച്ച് നൈസായിട്ട് മാറിയിട്ട് കൊണ്ടുപോകാനുള്ളൊരു പ്ലാനിലാണ് കേട്ടോ. അമ്മ കിട്ടാത്ത കാരണമാണ് ഈ സ്മോൾ വയലൻ്റ് ആയത്. ആദ്യം അടുത്ത് ഇരിക്കില്ല, പിന്നെ എൻ്റെ മേലേക്ക് ചാടി കയറിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിത് അവിടെ കൊണ്ടുപോയിട്ട് കളിക്കണ സാധനങ്ങളിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ അത് ഡീസൻ്റ് ആവുന്ന വെച്ചിട്ടിരിക്കുക. ഇച്ചിങ്ങോട്ട് വാ, ഇങ്ങോട്ട് വായോ. അപ്പോൾ മോളും മോനൊക്കെ അവിടെ സൈഡിൽ കുറേ ഇങ്ങനെ വൈറ്റ് പൂക്കളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പൊട്ടിച്ച് അവരവിടെ കളിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നേരമൊക്കെ അവിടെ നിന്നിട്ട് അവരൊക്കെ ഒന്ന് റിലാക്സ് ആയതിനു ശേഷം ഒന്ന് നടക്കാം, കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചു. സൈഡിൽ അവിടെ കാണുന്നില്ലേ വൈറ്റ് ബിൽഡിങ്, അപ്പോൾ അതിൻ്റെ മേലെ കുറേ പേര് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ശരിക്കും നമുക്ക് കയറിയിട്ട് ഫോട്ടോസൊക്കെ എടുക്കാം. അപ്പോൾ ഒരു എൻ്റയർ വ്യൂ നമുക്ക് ആ ബിൽഡിങ്ങിൻ്റെ മേലെ കയറി കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ഇപ്പോൾ അത്ര വെയിലൊന്നും ഇല്ലാത്ത കാരണം സുഖമാണ്. കുട്ടികളൊക്കെ കൊണ്ട് സ്റ്റെയർ കയറുമ്പോൾ ശ്രദ്ധിക്കണം. ഇങ്ങനത്തെ ഒരു സെറ്റപ്പാണ് ഇവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ പിടിച്ച് തന്നെ കയറണം. മേലെയാണെങ്കിലും മഴ പെയ്തിട്ട് നിറയെ വെള്ളം ഇത് പായലൊക്കെ കെട്ടിക്കിടക്കുന്നതുകൊണ്ട് സ്ലിപ്പ് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ മേലെ നിന്നുള്ള വ്യൂ ഒരു രക്ഷയില്ല, നല്ല അടിപൊളി വ്യൂ ആണ്. കുറേ പേര് ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുക്കുന്നുണ്ടായിരുന്നു. നമ്മളും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇത് ശരിക്കും നമ്മൾ ബീച്ചിലൊക്കെ പോകുമ്പോൾ പൊതുവെ നല്ല റഷായിരിക്കില്ല. ഇപ്പോൾ ഇവിടെ അത്ര ഒരു ക്രൗഡഡ് ആയിട്ട് തുടങ്ങിയിട്ടില്ല. വെള്ളമൊക്കെ നിറഞ്ഞപ്പോഴാണ് പിന്നെയും കുറച്ചൊക്കെ പേര് വരണേ. ഇല്ലെങ്കിൽ നമ്മൾക്ക് പെട്ടെന്ന് ഒന്ന് പോയി ഒന്ന് ചിൽഡ് ഔട്ട് ചെയ്ത് വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ആർക്കെങ്കിലും കാണാനൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ട്, സമയമൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഒന്ന് പോയി വിസിറ്റ് ചെയ്യുക. ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ഒന്ന് തന്നെയാണ്.
കുറച്ചുകൂടെ വെള്ളമൊക്കെ കയറിയാൽ നല്ല രസമുള്ള ഒരു ആംബിയൻസ്. അധികം ഫോട്ടോഷൂട്ടിനും അതുപോലെ തന്നെ നമുക്കല്ലാതെയും പോയി ഈവനിങ് ടൈമിലൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ ഒന്ന് പോയിട്ട് വിസിറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതിന് പറയാൻ പറ്റൊരു കാര്യം എന്താ വെച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് ഫീസോ അല്ലെങ്കിൽ ചാർജോ ഒന്നും ഇല്ല. നമുക്ക് പോയി ഇഷ്ടമുള്ള സമയം അത്രയും അവിടെ സ്പെൻഡ് ചെയ്യാം. എന്തെങ്കിലും കഴിക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് കയ്യിൽ വെക്കണം എന്ന് മാത്രം. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ പോയിട്ട് കാണാം കേട്ടോ.